ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലന്തി. നമ്മൾ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ പേജ് 51 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ ഓൾ 3 പിക്ചേഴ്സ് ബിലോ, O is the center of the circle and A, B, C are points on the circle. Each calculate all the angles of triangles ABC and OBC. അതായത് ഈ 3 ചിത്രങ്ങളിലും എ ബി സിയുടെയും ഒ ബി സിയുടെയും, എ ബി സി വലുത്, ചെറുത് ഒ ബി സി, എ ബി സിയുടെയും ഒ ബി സിയുടെയും കോണളവുകൾ കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഓരോ ചിത്രമെടുത്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ഒന്നാമത്തെ ചിത്രമാണ് വരച്ചിട്ടിരിക്കുന്നത്. ഈ ചിത്രത്തില് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ ഒ ബി സി വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ത്രികോണ എ ബി സിയുടെയും ത്രികോണ ഒ ബി സിയുടെയും കോണളവുകൾ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടത്താം. ജോയിൻ ഒ എ. ഇവിടെ നോക്കിക്കേ, ഒ എയും ഒ ബി എന്താണ്? റേഡിയസ് ആണ് അല്ലേ? ദേ ആർ ഈക്വൽ. ഒ എയും ഒ ബിയും റേഡിയസ് ആണ്, സോ ദേ ആർ ഈക്വൽ. അപ്പം ഈ ആംഗിൾ ഇതിപ്പോ ഐസോസെലസ് ട്രയാംഗിൾ ആയിട്ട് വരും അല്ലേ? ട്രയാംഗിൾ എ ഒ ബി ഈസ് ഐസോസെലസ്. സിൻസ് these two sides are equal, these two angles are also equal. So here is 20. ഇവിടെയും 20 വരും. ഐസോസെലസ് ട്രയാംഗിളിന്റെ പാദകോണുകൾ തുല്യമാണ്. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അതുപോലെ തന്നെ മറുവശത്ത് നോക്കിക്കേ, ഒ എയും ഒ സിയും, ഒ എ ഇസ് ഈക്വൽ ടു ഒ സി. അതും എന്താണ്? റേഡിയസ് ആണ് അല്ലേ? റേഡിയസ് ആയതുകൊണ്ട് ഈ 2 വശങ്ങളും തുല്യമായതുകൊണ്ട് ഈ 2 കോണുകളും തുല്യമായിരിക്കും. ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 30 ആകുമ്പോൾ ഇവിടെ 30 അല്ലേ? അതുകൊണ്ട് സിൻ ഒ എ ഇസ് ഈക്വൽ ടു ഒ ബി, ആംഗിൾ ഒ ബി എ ഈക്വൽസ് ആംഗിൾ ഒ ബി എ ഈക്വൽസ് ആംഗിൾ ഒ എ ബി. ഒ ബി എയും ഒ എ ബിയും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെ 20 ആകുമ്പോൾ നമ്മുടെ ഇവിടെ 20 കൊടുത്തത്. ഒ എയും ഒ സിയും റേഡിയസ് ഈക്വൽ ആയതുകൊണ്ട് ഏതൊക്കെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും? ആംഗിൾ ഒ സി എ ഈക്വൽസ് ആംഗിൾ ഒ എ സി. Therefore, angle OAB equals 20 and angle OAC equals 30. അങ്ങനെ 20യും 30യും നമുക്ക് കിട്ടി. അപ്പം 20, 30, 50. അങ്ങനെയാണ് ഈ കോൺ എത്രയായിരിക്കും? അതിന്റെ ഇരട്ടി ആയിരിക്കും. എന്താണ്? ഹാഫ് ദ സെൻട്രൽ ആംഗിൾ പ്രോപ്പർട്ടി ഇല്ലേ? ആംഗിൾസ് ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ. അപ്പൊ ഇത് സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണെങ്കിൽ ഇത് ഡബിൾ ആയിരിക്കും അല്ലേ? Therefore, ആംഗിൾ BOC, AOB അല്ല, ആംഗിൾ BOC ഈക്വൽസ് ട്വൈസ് ആംഗിൾ A ഈക്വൽസ് 2 into 50 ഈക്വൽസ് 100. 50 എങ്ങനെ വന്ന്? 20, 30 കൂടി കൂട്ടി. ഇനി ഇവിടെ 100 നീട്ടി. ഇനി നമുക്ക് ഈ 2 ആംഗിള് കിട്ടാനുള്ളതല്ലേ? ഒ ബിയും ഒ സി എന്താണ്? റേഡിയസ് ആണ് അല്ലേ? ഒ ബി ഇസ് ഈക്വൽ ടു ഒ സി, റേഡിയൻ. സോ ഇവിടെയും റേഡിയൻ എന്ന് വേണം എഴുതാൻ, റേഡിയൻ. Therefore, എന്താണ്? ഈ 2 ആംഗിളും ഈക്വൽ ആയിരിക്കും. Therefore, ആംഗിൾ OBC equals ആംഗിൾ OCB. അപ്പം 180 minus 100
ബൈ ടു ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എത്ര? 80/2 ഈക്വൽസ് 40 ഡിഗ്രി. അപ്പൊ ഈ രണ്ട് ആംഗിൾ എത്രയെന്ന് കിട്ടും? 40 40 ആന്ന് കിട്ടും. അതിവിടെ നമുക്ക് എഴുതാം. 40 40. നമുക്കിപ്പോ എല്ലാ ആംഗിളും കിട്ടിയില്ലേ? ഇനി നമുക്ക് എ ബി സിയിലെ ആംഗിൾസും ഒ ബി സിയിലെ ആംഗിൾസും എഴുതാം. ഇൻ ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ ഞാൻ എ ബി സി മൂന്നക്ഷരം ഉപയോഗിച്ചും ഒരക്ഷരം ഉപയോഗിച്ചും ട്രയാങ്കിളിനെ റെപ്രസെന്റ് ചെയ്യും. ഇവിടെ വേറൊരു ട്രയാങ്കിളും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ മൂന്നക്ഷരം ഉപയോഗിച്ച് തന്നെ റെപ്രസെന്റ് ചെയ്യുന്നു. ആംഗിൾ ബി എ സി ഈക്വൽസ് 20 + 30 ഈക്വൽ 50. BAC 50. Angle ABC. Angle ABC equals 20 + 40. 20 40 എത്ര? 60. ഇനി നമുക്ക് എന്താണ് ACB? ആംഗിൾ ACB ഈക്വൽസ് 30 40. 40 + 30 ഈക്വൽസ് 70. ഇനി നമുക്ക് ട്രയാങ്കിൾ ഒ ബി സിയുടെ മെഷറാണ് എഴുതേണ്ടത്. ഇൻ ട്രയാങ്കിൾ ഒ ബി സി ഇങ്ങനെ ഫിഗറിൽ തന്നെ കണ്ടുപിടിച്ച് വെച്ചിരുന്നാല് എഴുതാൻ എളുപ്പമായിരിക്കും. ട്രയാങ്കിൾ ഒ ബി സി ആംഗിൾ ഒ ബി സി ഈക്വൽസ് 40. ആംഗിൾ ഒ സി ബി ഈക്വൽസ് 40. ആംഗിൾ ബി ഒ സി ഈക്വൽസ് 100. ഡിഗ്രിയാണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ട്രയാങ്കിൾ എ ബി സിയുടെയും ട്രയാങ്കിൾ ഒ ബി സിയുടെയും ആംഗിൾസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തെ ചിത്രത്തിലേക്ക് പോകാം. ഈ ചിത്രവും രണ്ടാമത്തെ ചിത്രമാണ്. ഈ ചിത്രവും വലിയ വ്യത്യാസമൊന്നും ഇല്ല, നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പം തന്നെയാണ്. ഇവിടെ നോക്കിക്കേ, ഒ ബിയും ഒ സിയും ഈക്വൽ അല്ലേ? അവിടെ നിന്ന് തുടങ്ങാം. ഒ ബി is equal to ഒ സി റേഡിയൻ. അതുകൊണ്ട് എന്തായിരിക്കും? ആംഗിൾ ഒ ബി സി ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഒ ബി സി ആംഗിൾ ഒ ബി സി is equal to ആംഗിൾ ഒ സി ബി. ഒ ബി സി 40 ആയതുകൊണ്ട് സിൻസ് ആംഗിൾ ഒ ബി സി is equal to 40, ആംഗിൾ ഒ സി ബി is equal to 40. അപ്പൊ ഇവിടെ നമുക്ക് 40 കിട്ടി അല്ലേ? അപ്പൊ ഇവിടെ കിട്ടത്തില്ലേ? എത്ര ആയിരിക്കും? ആംഗിൾ ബി ഒ സി ഈക്വൽസ് 180 minus 40 plus 40. Sum of three angles of a triangle is 180 degree. അപ്പൊ എത്ര വരും? 180 80 പോയാൽ 100. അപ്പൊ ഇവിടെ 100 എന്ന് കിട്ടും. അങ്ങനെയാണ് ഇവിടെ എത്രയായിരിക്കും? നമ്മള് അടുത്ത ട്രയാങ്കിളിലോട്ട് പോകുന്നു. എത്രയായിരിക്കും? 50 ആയിരിക്കും അല്ലേ? ആംഗിൾ ബി എ സി ഈക്വൽസ് ഹാഫ് ഓഫ് ആംഗിൾ ബി ഒ സി. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി എന്താണ്? ഹാഫ്, ഇരട്ടിയും പകുതി. എന്താണ്? ഈ ആർക്കിന്റെ എൻഡുകള് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ കേന്ദ്രകോണിന്റെ പകുതി ആയിരിക്കും. ആംഗിൾസ് ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ. ഹാഫ് ഇൻറ്റു 100 ഈക്വൽസ് 50 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. ഇവിടെ 30 ആണെങ്കിൽ ഇവിടെയും 30 ആയിരിക്കത്തില്ലേ? അപ്പൊ ഇവിടെ 20 എന്ന് കിട്ടത്തില്ലേ? 50 - 30 20. അപ്പൊ ഇവിടെയും 20 ആയിരിക്കത്തില്ലേ? ആ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. ഒ എ is equal to ഒ സി. Therefore, angle OCA equals angle OAC. OCA എത്ര? OCA 30.
അപ്പോൾ OCA 30 ആണെങ്കിൽ since angle OCA equals 30, angle OAC is equal to 30. അപ്പം 30 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 30 കിട്ടി. അപ്പൊ ഈ ആംഗിൾ കിട്ടത്തില്ലേ? 50 മൈനസ് 30. ആംഗിൾ OAB ഈക്വൽസ് 50 മൈനസ് 30 ഈക്വൽസ് 20. എങ്ങനെയാ? 50 മൊത്തം 50, അതിൽ നിന്ന് 30 പോയാൽ ബാക്കി 20. അപ്പൊ ഇവിടെ 20 എന്ന് കിട്ടി. അപ്പൊ ഈ ആംഗിൾ എന്തായിരിക്കും? 20 ആയിരിക്കും. കാരണം എന്താണ്? OAയും OBയും റേഡിയ ആണ് അല്ലെ? OA ഇസ് ഈക്വൽ ടു OB റേഡിയ. കൂടാതെ ഇതെല്ലാം ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ? അപ്പൊ ബേസ് ആംഗിൾസ് ആർ ഈക്വൽ. രണ്ട് സൈഡ് ഈക്വൽ, അത് രണ്ടും റേഡിയസ് ആയിട്ട് വരുന്നതുകൊണ്ടാണ്. അപ്പം OAB ഈക്വൽസ്, അപ്പൊ നമുക്ക് എന്താ എഴുതാം? Therefore, angle OAB equals angle OBA. Angle OBA. OAB എത്ര കിട്ടി? OAB 20 എന്ന് കിട്ടി. Since angle OAB equals 20, angle OBA equals 20. അപ്പൊ ഇവിടെ 20 എന്ന് കിട്ടി. നമുക്കിപ്പോ എല്ലാ ആംഗിൾസും ആയില്ലേ? ഏതെങ്കിലും കിട്ടാനുണ്ടോ? ഇല്ല. നമുക്ക് കിട്ടിയ ആംഗിൾസ് എല്ലാം എഴുതാം. ഓക്കെ. ഇൻ ട്രയാങ്കിൾ ABC, ആംഗിൾ BAC ഈക്വൽ 20 പ്ലസ് 30. അല്ലാതെ തന്നെ ഇവിടെ 50 ഉണ്ട്. ആ 50 ഡയറക്റ്റ് ചെയ്ത ആംഗിൾ ABC 20 plus 40 equals 60. ഇനി ACB equals 30 plus 40 70 degree. അപ്പം നമുക്ക് ട്രയാങ്കിൾ ABCയിലെ എല്ലാ ആംഗിൾസും കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് OBC ഇല്ല. ഇൻ ട്രയാങ്കിൾ OBC, ആംഗിൾ OBC ഈക്വൽസ് 40, ആംഗിൾ OCB ഈക്വൽസ് 40, ആംഗിൾ BOC ഈക്വൽസ് 100. നേരത്തെ വിലകളൊക്കെ തന്നെയാണ് നമുക്ക് ഇപ്പോഴും വന്നിരിക്കുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ ചിത്രം. ഓക്കെ, മൂന്നാമത്തെ ചിത്രമാണ് വരച്ചിട്ടിരിക്കുന്നത്. ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ OBC വി ഹാവ് ടു ഫൈൻഡ്. ആദ്യം ട്രയാങ്കിൾ OBAയിൽ നിന്ന് തുടങ്ങാം. ഇൻ ട്രയാങ്കിൾ OBA ഈ ആംഗിൾ 40 അല്ലേ? ആംഗിൾ BOA ഈക്വൽസ് 40 ഡിഗ്രി. നോക്കിക്കേ, OBയും OAയും റേഡിയസ് അല്ലെ? OB ഈക്വൽസ് OA റേഡിയസ്. അതുകൊണ്ട് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ആംഗിൾ OBA ഈക്വൽസ് ആംഗിൾ OAB എത്രയായിരിക്കും? 180 40 പോയാൽ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് 140/2 ഈക്വൽസ് 70 ഡിഗ്രി. അപ്പൊ ഈ രണ്ട് ആംഗിളും എത്രയായിരിക്കും? 70 ആയിരിക്കും. ഇനി ട്രയാങ്കിൾ OAC എടുത്തേ. ഇൻ ട്രയാങ്കിൾ OAC, OAയും OC എന്താണ്? റേഡിയസ് ആണ്. പിന്നെ OACയില് AOC, ആംഗിൾ AOC ഈസ് ഈക്വൽ ടു 70 എന്ന് തന്നിട്ടുണ്ട്. OA ഈസ് ഈക്വൽ ടു OC റേഡിയസ്. അതുകൊണ്ട് എന്തായിരിക്കും? ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ആംഗിൾ OAC ഈക്വൽസ്
ആംഗിൾ ഒ സി എ ഈക്വൽസ് 180 70 കുറച്ചിട്ട് അതിനെ 2 ഡിവൈഡ് ചെയ്യുന്നു. ഈക്വൽ ആംഗിൾസ് അല്ലേ? അപ്പം 110/2 ഈക്വൽസ് 55 ഡിഗ്രി എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോഴ് ഇവിടെ 55, ഇവിടെയും 55. ഇനി നമുക്ക് കിട്ടാനുള്ളത് ഇപ്പൊ ട്രയാങ്കിൾ എ ബി സിയില് ബി അറിയാം, എ അറിയാം, സി അറിയാം. ഇനി ഒ ബി സിയില് നമുക്ക് കണ്ടുപിടിക്കണം. ട്രയാങ്കിൾ ഒ ബി സിയില് സെപ്പറേറ്റ് ആയിട്ട്, അപ്പൊ ബി ഫുള്ളാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് എന്താണ്, ഹാഫ് ദ സെൻട്രൽ ആംഗിൾ ഉപയോഗിച്ച്, ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. നോക്കിക്കേ, ഈ ആർക്ക് സെൻട്രൽ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ആംഗിൾ ബി ഒ എ അല്ലെങ്കിൽ എ ഒ ബി. അതിന്റെ മറുവശത്തുണ്ടാകുന്ന ആംഗിൾ എന്നുള്ളതാ അതിന്റെ എൻഡിൽ തന്നെ വരുന്നത്. നോക്കേ, ബി സി എ. ഇപ്പൊ ബി സി എത്ര ആയിരിക്കും? ഇതിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. അത് നമുക്ക് എഴുതാം. ആംഗിൾ ബി ഒ എ ഈക്വൽസ് 40 ഡിഗ്രി. Therefore, angle BCA equals half the central angle equals 20 ഡിഗ്രി എന്ന് കിട്ടും. BCA equals 20 ഡിഗ്രി. BCA ഇവിടെ 20, മൊത്തത്തിൽ എത്ര? 55 ആ. അപ്പൊ ഈ ഭാഗം നമുക്ക് കിട്ടത്തില്ലേ? OCB. Therefore, angle OCB equals 55 minus 20. 55 minus 20 equals 35 ഡിഗ്രി. ഇവിടെ 35 ആണ്, ഇവിടെയും 35 അല്ലേ? OBയും OC എന്താണ്? റേഡിയസ് ആണ് അല്ലേ? അപ്പൊ നമുക്കിപ്പോ എല്ലാ ആംഗിളും ആയില്ലേ? ഇവിടെ 35, ഇവിടെയും 35. ഇനി നമുക്ക് അതങ്ങ് എഴുതാം. 3 ആണ് 35 ഡിഗ്രി. Therefore, angle OBC is also 35 degree. OBC is also 35 degree. ഇവിടെ എഴുതാം, ഇവിടെ തന്നെ എഴുതാം. Therefore, angle OBC equals 35 degree. നമുക്കെല്ലാം എടുത്തങ്ങ് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് എഴുതാം. ഇൻ ട്രയാങ്കിൾ ABC, ഇതാ ഈ ട്രയാങ്കിൾ ആണ്. ഇത് മൊത്തം 70. ഇതാ ഇത്രയും ഭാഗം 35 നമ്മള് കണ്ടുപിടിച്ചല്ലേ? 35, 50 55 20 പോയാൽ ഇവിടെ 35. 35 അപ്പൊ ഇവിടെ 35. ഞാൻ എഴുതാതിരുന്നതാ കേട്ടോ, എല്ലാം കൂടെ എഴുതിയാല് മനസ്സിലാകത്തില്ല. ആംഗിൾ ABC ഈക്വൽസ് 35 ഡിഗ്രി. മനസ്സിലായോ? മൊത്തത്തിൽ 70, ഇത്രയും 35 നമുക്ക് കിട്ടി. ഇവിടെ 35 ആണ്, ഇവിടെയും 35. അപ്പൊ ഈ ബാക്കി ഈ ഭാഗം എത്ര? 70 35 പോയാൽ 35. 70 മൈനസ് 35. അങ്ങനെയാണ് നമുക്ക് 35 കിട്ടിയത്. ആംഗിൾ ACB എത്ര? അതാ 20. ആംഗിൾ BAC 70 55 125. അപ്പൊ 180 ആയില്ലേ? നോക്ക്. അല്ലാതെ വേറെ രീതിയിൽ 125 കിട്ടും. എന്താ ഇത്? 360 110 കുറച്ചിട്ട് അതിന്റെ ഹാഫ്. ഇൻ ട്രയാങ്കിൾ OBC ആംഗിൾ BOC 40 70 110. മറ്റേ രണ്ടും എത്ര? 35 വീതം. ആംഗിൾ OBC ഈക്വൽസ് 35. ആംഗിൾ
OCB ഈക്വൽസ് 35. എന്തുകൊണ്ടാ? OCയും OBയും റേഡിയസ് ആണ്, അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടിക്കഴിഞ്ഞു. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ 1 3 ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. 3 ചിത്രങ്ങളുടെയും ആൻസർ നമ്മൾ കണ്ടുപിടിച്ച്. അപ്പം നമുക്ക് അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്. ഓക്കെ, 3 ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ 3 ചിത്രങ്ങളുടെയും ആൻസർ കണ്ടുപിടിച്ച്. ഇനി രണ്ടാമത്തെ ചോദ്യം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇപ്പം വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ എക്സസൈസ് ക്വസ്റ്റ്യനിലെ പേജ് 51 രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.